എഡ്യൂക്കേറ്ററിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സംസ്കൃതത്തിലെ കുറച്ച് ചോദ്യവാചകങ്ങൾ പഠിച്ചാലോ. ആര് എന്ന അർത്ഥം വരുന്ന വാക്കാണ് കഹ. കഹ എന്ന് പറയുമ്പോൾ പുല്ലിംഗത്തിലും ക എന്ന് വെച്ചാൽ സ്ത്രീലിംഗത്തിലും ആര് എന്ന് പറയുന്ന അർത്ഥം വരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. കഹ പുല്ലിംഗം, ക സ്ത്രീലിംഗം, രണ്ടിൻ്റെയും അർത്ഥം ഒന്നാണ് ആര്. അടുത്ത വാക്കാണ് കസ്യ. കസ്യ എന്ന് പറഞ്ഞാൽ ആരുടെ എന്ന അർത്ഥം വരുന്നു. കസ്യ ആരുടെ. അടുത്ത വാക്ക് കതി. കതി എന്ന് വെച്ചാൽ എത്ര, എത്ര വേദങ്ങളുണ്ട്, അങ്ങനെയൊക്കെ ചോദിക്കാൻ കതി ഉപയോഗിക്കുന്നു. അടുത്ത വാക്കാണ് കുത്ര. കുത്ര എന്ന വാക്കിൻ്റെ അർത്ഥം എവിടെ, നിങ്ങൾ എവിടെ പോയി. അങ്ങനെ എവിടെ എന്ന് പ്രയോഗിക്കാൻ കുത്ര എന്ന വാക്ക് ഉപയോഗിക്കുന്നു. അടുത്ത വാക്കാണ് കഥ. കഥ എന്ന വാക്കിൻ്റെ അർത്ഥം എപ്പോൾ, എപ്പോഴാണ് വരിക. അങ്ങനെ എപ്പോൾ എന്ന് പ്രയോഗിക്കാൻ കഥ ഉപയോഗിക്കുന്നു. അടുത്ത വാക്കാണ് കുതഹ. കുതഹ എന്ന വാക്കിൻ്റെ അർത്ഥം എവിടെ നിന്ന്, നീ എവിടെ നിന്ന് വരുന്നു, അങ്ങനെയൊക്കെ പറയാൻ നമ്മൾ കുതഹ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. അടുത്ത വാക്ക് കിം. കിമ്മിൻ്റെ അർത്ഥം എന്ത്, നിങ്ങൾ എന്ത് ചെയ്യുന്നു, അങ്ങനെയൊക്കെ പറയാൻ കിം എന്ന വാക്ക് ഉപയോഗിക്കുന്നു. അടുത്ത വാക്കാണ് കഥം. കഥം എന്ന വാക്കിൻ്റെ അർത്ഥം എങ്ങനെ, എങ്ങനെ പോയി, എങ്ങനെ വന്നു, അങ്ങനെയൊക്കെ ചോദിക്കാൻ നമ്മൾ കഥം എന്ന വാക്ക് ഉപയോഗിക്കുന്നു. അടുത്ത വാക്കാണ് കിമർത്ഥം. കിമർത്ഥം എന്ന വാക്കിൻ്റെ അർത്ഥം എന്തിനു വേണ്ടി, എന്തുകൊണ്ട്, എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ ചെയ്തത്, അങ്ങനെയൊക്കെ ചോദിക്കാൻ കിമർത്ഥം എന്ന വാക്ക് ഉപയോഗിക്കുന്നു. സംസ്കൃതത്തിൽ അത്യാവശ്യം ഉപയോഗിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സാണ് നമ്മളിന്ന് പഠിച്ചത്. സംസ്കൃതത്തെ സംബന്ധിച്ച് അടുത്ത ഏത് വീഡിയോ ആണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.